അടിയും തിരിച്ചടിയും ഗുണ്ടാ കുടിപ്പകയും ഒക്കെ തിരുവനന്തപുരത്തെ ഗുണ്ടാ സംഘങ്ങൾക്ക് പുതുമയുള്ളതല്ല. ഗുണ്ടാ കുടിപ്പകയെ തുടർന്ന് പലരുടെയും ചോര പൊടിഞ്ഞിട്ടുള്ള നാടാണിത്. എന്നാൽ ഒരു ഗുണ്ടയെ കൊല്ലാൻ വിവിധ സംഘത്തിൽപ്പെട്ടവർ ഒന്നിക്കുന്നു. പിന്നീട് ആസൂത്രിതമായി സംഘടിച്ചെത്തി കൃത്യം നടത്തുന്നു. കുട്ടികളുടെ മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മടങ്ങുന്നു. തിരുവനന്തപുരം പോത്തൻകോട് സുധീഷ് വധക്കേസ് അത്രമേൽ ഭയപ്പെടുത്തുന്ന ഓർമ്മയാണ്. സുധീഷ് വധക്കേസിൽ 4 വർഷത്തിന് ശേഷം മുഴുവൻ പ്രതികൾക്കും കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കുപ്രസിദ്ധ ഗുണ്ടകളായ സുധീഷ് ഉണ്ണി, ഒട്ടകൻ രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്ക് ജീവപര്യന്തമാണ് ശിക്ഷ. പേടി കാരണം സാക്ഷികൾ ഉൾപ്പെടെ കൂറുമാറിയ കേസിൽ CCTV ദൃശ്യങ്ങളാണ് നിർണായകമായത്. പോത്തൻകോട് കല്ലൂർ സ്വദേശി സുധീഷിനെ വീട്ടിൽ കയറിക്കൊന്ന് കാൽ വെട്ടിയെറിഞ്ഞ കേസിലാണ് കുപ്രസിദ്ധ ഗുണ്ട ഒട്ടകം രാജേഷ് ഉൾപ്പെടെ 11 പ്രതികൾക്കും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. സുധീഷിന്റെ കാൽ വെട്ടിയ 1-ാം പ്രതി ഉണ്ണി എന്ന സുധീഷിനും 18ഓളം ക്രിമിനൽ കേസുകൾ പ്രതിയായ ഒട്ടകം രാജേഷിനും വധശിക്ഷ നൽകണമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ ആവശ്യം. എന്നാൽ ഈ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. നിരവധി പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്ന കേസിൽ മുഴുവൻ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കഴിഞ്ഞത് നേട്ടമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ടി ഗീനകുമാരി. തീർച്ചയായും വിധിയെ സ്വാഗതം ചെയ്യുന്നു. ജുഡീഷ്യറിക്ക് വേണ്ടി ഇവിടുത്തെ സ്പെഷ്യൽ ജഡ്ജ് എ ഷാജഹാൻ സാറ് സമൂഹത്തിന് കൊടുത്ത സന്ദേശമാണ്. ഇവിടുത്തെ ക്രിമിനലുകളെ സംബന്ധിച്ച് ഇതൊരു വാർണിംഗ് ആണ്. കാരണം കൊലപാതകം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം സാക്ഷികളെ സ്വാധീനിച്ച് ഇനിയും ജുഡീഷ്യറിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ള ധാരണ മാറ്റിമറിക്കുന്ന വിധിയായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതികൾ ഇനി സമൂഹത്തിലിറങ്ങി നടക്കരുതെന്ന് കൊല്ലപ്പെട്ട സുധീഷിന്റെ അമ്മ ലീല പറഞ്ഞു. ജീവിതകാലം മൊത്തം ജയിലിൽ തന്നെ തൂക്കി കൊല്ലണമെന്നാണ് ഞാൻ പറയുന്നത്. ഞാനെങ്കിലും ഒന്നിനെ കൊല്ലണം, തൂക്കി കൊല്ലണം. എന്നാലേ അവന്റെ അച്ഛനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും വേദന ഉണ്ടാവുള്ളൂ. നെടുമങ്ങാട് SC/ST പ്രത്യേക കോടതി ജഡ്ജി എ ഷാജഹാനാണ് വിധി പ്രസ്താവിച്ചത്. ചെറിയ മക്കളും പ്രായമായ മാതാപിതാക്കളും വീട്ടിലുണ്ടെന്നും ശിക്ഷാ ഇളവ് നൽകണമെന്നായിരുന്നു പ്രതികളുടെ വാദം. എന്നാൽ ഇതുപോലെ മാതാപിതാക്കൾ കൊല്ലപ്പെട്ട സുധീഷിനുമുണ്ടെന്നും അവരുടെ മകൻ ഇപ്പോൾ ജീവനോടെ ഇല്ലെന്നും പ്രോസിക്യൂഷൻ തിരിച്ചടിച്ചു. 2021 ഡിസംബർ 11-നായിരുന്നു സുധീഷ് ഒളിവിൽ താമസിച്ചിരുന്ന കല്ലൂരിലെ വീട്ടിൽ കയറി ഗുണ്ടാ സംഘം ക്രൂര കൊലപാതകം നടത്തിയത്. ന്യൂസ് 18 തിരുവനന്തപുരം.